പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മിമിക്രി തീം കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ എൻ്റെ പൂച്ചക്കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മ മീൻ വെട്ടുമ്പോൾ അവളുടെ ശബ്ദം ഇങ്ങനെയാണ്. അവന്റെ കൂട്ടുകാരി കിങ്ങിണിയെ കണ്ടാലോ? അച്ഛൻ കണ്ടനെ കണ്ടാലോ ഒരു ഇടി ഉറപ്പാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പട്ടി ഓടിക്കതച്ച് എന്നെടുക്കെ വരുന്നത്. അവന്റെ ചുറ്റിനും ഒരു ഈച്ച വട്ടവിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അവൻ അതിനെ കടിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും മിമിക്രിയുടെ തീം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള തിയേറ്ററിലേക്ക് ചെന്നതും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പരസ്യം തന്നെ. ആരാണ് സന്തോഷമാക്കിയിരിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എങ്ങനെയിരിക്കും? ആരാണപ്പാ സന്തോഷമായിരിക്കുന്നത്? ചാരം, ചിലയിടത്ത് പുക, ചിലയിടത്ത് ചുവ, പക്ഷെ കവത്തിലെല്ലാം മഞ്ഞയാണപ്പാ നിറം. ഇത് തന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ പറഞ്ഞ എങ്ങനെയിരിക്കും? ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. അസിംഗപ്പെടുത്തുക, ഇൻസൾട്ട് പண்ற. മനസ്സിലായോ? ഞാൻ അങ്ങനെ സിനിമ കാണാൻ തുടങ്ങി. പെട്ടെന്നാണ് സ്ക്രീനിലേക്ക് നമ്മുടെ വിജയ് സേതുപതി അഭിനയിക്കുന്ന ആ സിനിമയുടെ ട്രെയിലർ കടന്നുപോയത്. ദൈവാത്തി உனக்கு 2 நிமிஷம் டைங்கிறேன் കുടിച്ച് நான் കൊന്നിട്ട് ഉന്നെ കാപ്പാത്തുക. തിയേറ്ററിലായതുകൊണ്ട് ഞാൻ ഫോൺ സൈലന്റിലിട്ട്, പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എടുത്തു. എന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അവന്റെ റിംഗ് ടൂൺ ആണെങ്കിൽ നമ്മുടെ സൗണ്ട് തൊമ്മയിലെ ആ ഗാനം. ഞാൻ അങ്ങനെ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുണ്ടായി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതും റിവ്യൂ പറയാൻ വേണ്ടി നമ്മുടെ ആറാട്ടണ്ണൻ അവിടെ എത്തിയുണ്ടായി. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇടിയുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ആവറേജ് പടമാണ്. സെക്കൻഡ് ഹാഫിൽ പടം കത്തി കയറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ എനിക്ക് ഒരു റീലിലേക്ക് ഉണ്ടായത്. നോക്കിയപ്പോൾ നമ്മുടെ ബാലച്ചേട്ടന്റെ കല്യാണം. ഞാന് പൃഥ്വിരാജ ഉണ്ണിമുഖന്തന എന്ന ഡയലോഗ് കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു കല്യാണം കഴിച്ചത്. അവർക്ക് എന്നോട് കുഞ്ഞനാലം മുതലുള്ള പ്രേമം. അത് കണ്ടില്ല എന്ന് വെക്കാൻ ഞാൻ പൊട്ടണ? This is wrong. This is absolutely wrong. Why are you disturbing my peace? This is wrong. അങ്ങനെ ഞാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നതും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 100688 തിരുവനന്തപുരത്ത് നിന്നും കായംകുളം വഴി പോകുന്ന മഞ്ചനാട് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരുന്നതാണ്. ഞാൻ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയുണ്ടായി ട്രെയിനിന് വേണ്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് അതുവഴി കടന്നു പോകുന്നത്. ഇത്തവണ നിങ്ങൾക്ക് ഞാൻ വന്ദേ ഭാരത് സമ്മാനമായി നൽകണു. അങ്ങനെ ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് അടുത്തുകൂടെ ഒരു പഴംപൊരിയും ചായ വയ്ക്കുന്ന ചേട്ടൻ കടന്നുപോയത്. ആ ചേട്ടന്റെ ശബ്ദം നമ്മളുടെ ലാലുവേൽ ചേട്ടന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നി. പഴംപൊരി 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 പഴംപൊരി, ഉള്ളിവിട 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 ഉള്ളിവിട. ഇത് രണ്ടും എടുത്താൽ ഒരു ചായ ഫ്രീയാ. ഞാൻ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഴംപൊരിയും ഉള്ളിവിടയും മേടിച്ചുകൊണ്ട് നേരെ ട്രെയിനിലേക്ക് ചെന്നതും നാവിൽ രുചിയേറുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് ബ്ലോഗർ ഫിറോസയ്ക്ക് പരിചയപ്പെടുണ്ടായി. അപ്പം ബ്രദറടി ഒരു മൂർക്കണക്കിട്ടുണ്ട്. അതിന് 4 ആയിട്ട് മുറിച്ച് അല്ല 4 മസാലയ്ക്ക് ഇട്ട് ഒരു മീനച്ചർ നമ്പർ. അപ്പൊ ഉഷാറായിട്ട് നോക്കി നമുക്ക് പണം തുടങ്ങാല്ലേ.
അങ്ങനെ ഞാൻ ആ ട്രെയിനിലൂടെ യാത്രയായി. മിമിക്രിയുടെ തീം കിട്ടുന്നവരെ സിനിമയെ സ്നേഹിച്ചുകൊണ്ട്, ബ്രഹ്മയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. താങ്ക് യു.